മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ മുടി കൊഴിച്ചിലൊക്കെ മാറ്റിയിട്ട് മുടി നല്ല തിക്കായിട്ട് വളരാനായിട്ടും അതേപോലെ തന്നെ സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്പ്ലിറ്റൻസ് ഒക്കെ മാറ്റാനായിട്ടും താരനൊക്കെ ഉണ്ടെങ്കിൽ താരനൊക്കെ മാറ്റിയിട്ട് മുടി നല്ല ഷൈനിങ് ആയിട്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറേ നാളായി ഹെയർ കെയർ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് തിക്കായിട്ട് വളരാനായിട്ടും മുടി കൊഴിച്ചിലൊക്കെ ആണെങ്കിൽ മുടി കൊഴിച്ചിലൊക്കെ മാറാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഹെയർ ടോണറിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ഹെയർ ടോണർ നമുക്ക് മോർണിംഗ് ഹെയർ കെയറിനോടൊപ്പം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ടോണറാണ്. അപ്പോൾ ഈ ഒരു ഹെയർ ടോണർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. നമുക്കിത് ഡെയിലി ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനായിട്ടും താരൻ മാറാനായിട്ടും മുടിയൊന്ന് തിക്കായിട്ട് വളരാനായിട്ടും സിൽക്കി ആയിട്ട് കിടക്കാനായിട്ടും ഒക്കെ പറ്റുന്ന നല്ലൊരു ഹെയർ ടോണറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. ഈ ഒരു ഹെയർ ടോണറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഉലുവ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനായിട്ടും താരൻ മാറ്റാനായിട്ടും മുടി തഴച്ചു വളരാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഐറ്റമാണ്. ഉലുവയിൽ പ്രോട്ടീനും അമിനോ ആസിഡുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 സ്പൂൺ ഉലുവയാണ്. എന്നിട്ട് ഇതേപോലത്തെ ഒരു പാൻ എടുക്കുക. പാനിലേക്ക് നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുക. അടുത്തായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഗ്രാമ്പു ആണ്. അപ്പം ഞാൻ 2 ഗ്രാമ്പു ആണ് ഇട്ട് കൊടുക്കുന്നത്. ഗ്രാമ്പു നമ്മുടെ തലയിലെ ചൊറിച്ചിൽ മാറാനായിട്ടും അതേപോലെ തന്നെ മുടി നല്ല തിക്കായിട്ട് വളരാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രമല്ല, ഇതിൻ്റെ കൂടെ വേറെ ഇൻഗ്രീഡിയൻസും നമ്മൾ ചേർക്കുന്നുണ്ട്. അതിന് മുന്നേ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. 1 കപ്പ് വെള്ളം നമ്മൾ തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു 3/4 കപ്പ് ആകുവോളം നമ്മളതിനെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വെള്ളത്തിന് കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇനി ഇത് നന്നായിട്ട് തണുത്താറിയതിന് ശേഷം വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് തണുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്താറി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതേപോലത്തെ ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അലോവേര ജെല്ലാണ്. അപ്പോൾ ഞാൻ 1 സ്പൂൺ അലോവേര ജെല്ല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന റോസ് വാട്ടറാണ്. അപ്പോൾ ഞാൻ 2 സ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെയർ ടോണർ. നമുക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ടോണറാണ്. ഒരു 7 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ താരനൊക്കെ മാറ്റാനായിട്ടും മുടി നല്ല തിക്കായിട്ട് വളരാനായിട്ടും ഹെൽത്തി ആയിട്ട് വളരാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ ഇതേപോലത്തെ ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇതേപോലത്തെ ബോട്ടിലാകുമ്പോഴത്തേക്കും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഒരുപാട് എളുപ്പമാണ്. ഇത് ഞാൻ ഹെയർ കളറൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബോട്ടിലാണ്. നിങ്ങൾക്ക് ഇതേപോലത്തെ ബോട്ടിലുണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോട്ടിലില്ലെങ്കിലും കൈ വെച്ചിട്ട് ആണെങ്കിലും അപ്ലൈ ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് ടോണർ. ഇത് നമ്മുടെ ഹെയർ പെട്ടെന്ന് തന്നെ നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയൊരു ഹെയർ ടോണറാണ്. അതേപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിലും താരനുണ്ടെങ്കിലും ഒക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ഓരോ വകച്ചിലെടുത്തിട്ട് ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഹെയറിൻ്റെ തുമ്പ് വരെ അപ്ലൈ ചെയ്യണം കേട്ടോ. ഇപ്പം ഞാൻ വീഡിയോയിൽ അങ്ങനെ കാണിക്കാത്തത്, ഞാൻ മുടിയൊക്കെ ഫ്രണ്ടിലോട്ട് ഇട്ട് ചെയ്യുമ്പോഴത്തേക്കും ക്യാമറയിൽ തട്ടിയിട്ട് ക്യാമറ താഴോട്ട് പോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കാണിക്കാത്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് എല്ലായിടത്തും പറ്റുന്നത് പോലെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് റിസൾട്ട് തരുന്ന അടിപൊളി ഒരു ഹെയർ ടോണറാണ്. നമ്മൾ ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് നമുക്ക് കാണാനായിട്ട് പറ്റും. മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.